ഹലോ മക്കളെ, ശ്രുതി ടീച്ചറാണ്. 4ാം ക്ലാസ്സിൽ സ്കൂളിൽ പോയി തുടങ്ങിയെന്നറിയാം. പാഠഭാഗങ്ങളൊക്കെ ചെറിയ രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ പാഠപുസ്തകം കണ്ട സമയത്ത് തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിരുന്നു പാഠപുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ചിത്രങ്ങൾ. അതിമനോഹരമായ ചിത്രങ്ങളാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ മലയാളം കേരള പാഠാവലിയുടെ പാഠപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അല്ലേ. ആ ചിത്രം നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാവന വികസിക്കുകയാണ്. നമുക്ക് എന്തൊക്കെയോ എഴുതണമെന്ന് തോന്നുകയാണ് അല്ലേ അത് കാണുമ്പോൾ. ചില കവിതകളായിരിക്കും ചിലർക്ക് മനസ്സിൽ വരുന്നത്, ചിലർക്ക് അതൊരു കഥയായിട്ട് എഴുതാൻ തോന്നും, ചിലർക്കത് മനോഹരമായിട്ടുള്ള വിവരണമായിട്ട് എഴുതാൻ തോന്നും. അങ്ങനെ അതിമനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ പാഠപുസ്തകം. ആദ്യത്തെ യൂണിറ്റ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ചിറക് വിരിച്ച് ആകാശത്തിലോട്ട് പറക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പറക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ എന്ന്. അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടോ? ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്, ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ചിറകുള്ള ബസ് എന്ന് പറയുന്ന ഒരു ഗദ്യ കവിതയാണ്. ചിറകുള്ള ബസ് എന്ന് പറയുന്ന ആ ഒരു ഗദ്യ കവിതയിലെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് വിനോദയാത്രയ്ക്ക് പോകുന്ന കുറേ കുട്ടികളാണ്. അപ്പോൾ ഒരു ബസ്സുണ്ട്, ബസ്സിൽ നിന്നും കുട്ടികൾ പുറത്തേക്ക് കൈകൾ ഇങ്ങനെ വീശുന്നുണ്ട്. അപ്പോൾ ബസ്സിൻ്റെ ചിറകായിട്ട് അത് തോന്നുകയാണ്. അതിനർത്ഥം നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്ത് കൈയും തലയൊന്നും പുറത്തിടരുത്. പ്രത്യേകമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ, ബസ്സിൽ കൈയും തലയും പുറത്തിടരുത് എന്ന് നമുക്ക് നിർദ്ദേശവും കിട്ടിയിട്ടുണ്ടാവും പലപ്പോഴായിട്ട്. അല്ലെങ്കിൽ നമുക്കതറിയാം കൈയും തലയും പുറത്തിടാൻ പാടില്ല എന്ന്. പക്ഷേ ഇവിടെ ബസ്സിൽ നിന്നും കുട്ടികൾ കൈകളിങ്ങനെ പുറത്തേക്ക് ചിറകുകളായിട്ട് വീശുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഭാവനയുടെ ലോകത്ത് ഒരുപാട് ഉയരത്തിലേക്ക് പറക്കുക എന്നതാണ് ഈ ഒരു ചിറകുള്ള ബസ് എന്ന് പറയുന്ന കവിതയിലൂടെ. പിന്നെ അതിനുശേഷം മണ്ണാങ്കട്ടയിലെയും കരിയിലയുടെയും കഥ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു കവിതയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ മുന്നറിയിപ്പ് എന്ന കവിത ഇങ്ങനെയാണ്. അത് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം, കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. നമ്മൾ കാണാൻ ചെല്ലുന്ന അല്ലെങ്കിൽ ഒരു കാര്യം വിചാരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ അതല്ല നമ്മൾ കാണുക എന്നാണ് പറയുന്നത്. അടുത്ത വരിയിലേക്ക് വരുമ്പോൾ, കടലുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു നീളെ തിരമാല, കപ്പലു കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു കൂറ്റൻ മണിമേട. കടൽ കാണാൻ പോകുമ്പോൾ അവിടെ എന്താണ്? കടലല്ലല്ലോ, അത് മൊത്തം തിരയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലെ കപ്പൽ കാണാൻ പോകുന്ന സമയത്ത് വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു കാര്യമാണ് നമ്മൾ കപ്പലിന് പകരമായിട്ട്, അല്ലെങ്കിൽ കപ്പൽ എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ പറയാണ്, കാടുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു നീളെ മരമല്ലോ, കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടതു കൂറ്റൻ കിണറല്ലോ. ഈ കാട് എന്ന് പറയുന്നത് ഒരുപാട് മരങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ കാട് എന്ന് പറഞ്ഞ് കാണാൻ പോകുമ്പോൾ അവിടെ നമ്മൾ പോയാൽ കാണാൻ കഴിയുന്നത് എന്താണ്? നിറയെ ഓരോരോ മരങ്ങളായിരിക്കും. അപ്പോൾ മരങ്ങൾ നിറഞ്ഞതാണ് കാട് എന്ന് നമ്മൾ അറിയുകയാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് കണ്ണുകൊണ്ടല്ല എന്ന് കൂടിയാണ് കവി ഇതിലൂടെ പറയുന്നത്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം, കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. നമ്മൾക്ക് ഒരു മുന്നറിയിപ്പ് തരികയാണ് ഈ ഒരു കവിതയിലൂടെ കവി. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മൾ കാണുക എന്നത്. അപ്പോൾ ഈ കവിതയിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? നമ്മളൊരു കാഴ്ച കാണുന്നത് കണ്ണുകൾ കൊണ്ടാണല്ലേ. അപ്പോൾ കാഴ്ചകൾ കണ്ണുകൊണ്ട് മാത്രം കണ്ടാൽ പോരാ, അത് ഹൃദയം കൊണ്ടും കാണണം. എങ്കിൽ മാത്രമാണ് അതിൻ്റെ പൂർണ്ണമായ ഭംഗി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ എന്നാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത്. അതിമനോഹരമാണല്ലേ. അപ്പോൾ ഇത്തരം കവിതകൾ, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം, പാഠപുസ്തകമൊക്കെ മാറിയതാണ്, ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായിട്ട് ആഴത്തിൽ നമ്മൾ ഈ കവിത ഒന്ന് വായിച്ച് നോക്കണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും 4ാം ക്ലാസ്സിൽ സൈലത്തിൻ്റെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരായിരിക്കും എന്ന് കരുതുന്നു. ഇനിയിപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടാവില്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. വളരെ നല്ല ഒരു കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകളോ റെക്കോർഡഡ് ക്ലാസ്സുകളോ ആയിട്ട് നല്ലൊരു ബാച്ച് നമ്മുടെ സൈലത്തിലെ ഓൺലൈൻ ബാച്ച് നടക്കുന്നുണ്ട്. പ്രാണ എന്നാണ് പേര്.
അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സൈലം പ്രാണ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ ക്ലാസ്സുകളെല്ലാം അതിഭംഗിയായിട്ട് പോവാണ്. ഓരോ യൂണിറ്റിൻ്റെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മക്കളെല്ലാവരും പ്രാണ ബാച്ചിലുണ്ടാവുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ വളരെ രസകരമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ.